ലുഡോക്കു, നീ അറിഞ്ഞില്ലേ? ഗൾഫിൽ നിന്ന് നമ്മുടെ ക്രൂരൻ ചെന്നായ തിരിച്ചെത്തിയിരിക്കുന്നു. അയ്യോ, ഇനിയിപ്പോ വീട്ടിലെ പിള്ളേർക്കൊന്നും സേഫായി ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയില്ലല്ലോ. അല്ലല്ലല്ല, ക്രൂരൻ ഇപ്പൊ പഴയ ക്രൂരനൊന്നുമല്ല, ഒരു പാവം ക്രൂരൻ. വീട്ടിൽ ചെല്ലുന്നവർക്കെല്ലാം പുള്ളി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കും കിട്ടി, സോപ്പും സ്പ്രേയും ചീപ്പും ഒക്കെ കിട്ടി. അതെന്തായാലും നന്നായി. നീ ഇനിയെങ്കിലും ഒന്ന് അടിച്ച് നനച്ച് നന്നായിട്ട് കുളിക്ക്. ഞാനും കുറുക്കന്റെ അടുത്ത് പോയി സോപ്പും ചീപ്പും ഒക്കെ വാങ്ങട്ടെ. ഹയ്യടാ ഹയ്യ. ഞാനും പോയി സോപ്പ് തേച്ച് നന്നായിട്ടൊന്ന് കുളിക്കട്ടെ. ഗൾഫിൽ നിന്നും മടങ്ങി വന്ന പണക്കാരനും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി ദാനശീലനുമായ ഡോക്ടർ ക്രൂരൻ കുറുനരി നടത്തുന്ന സൗജന്യ വെജിറ്റേറിയൻ സദ്യ. ഏവരും പങ്കെടുക്കുക, തിന്നുക, വിജയിപ്പിക്കുക. വെജിറ്റേറിയൻ സദ്യയോ? ക്രൂരന് വട്ടായോ? ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നേൽ പോകാമായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ പോവാം. അയ്യടാ, അവന്റെ ഒരു വെജിറ്റേറിയൻ സദ്യ. ഉണ്ട് നിറഞ്ഞവർക്ക് മുന്നിലേക്കായി നിങ്ങളുടെ സ്വന്തം പാവം ക്രൂരേട്ടൻ കടന്നു വരികയാണ്. വഴികൊടുക്കൂ, ഹർഷാരവം മുഴക്കൂ. എന്റെ മുന്നിൽ കുത്തിയിരിക്കുന്ന കുഞ്ഞാടുകളെ, കോഴിക്കുഞ്ഞുങ്ങളെ, താറാക്കുട്ടികളെ, ഇനി വിരിയാനിരിക്കുന്ന മുട്ടകളെ, നിങ്ങൾക്കേവർക്കും എന്റെ കൂപ്പുകൈ. 3 തരം ഇറച്ചിയും തിന്നുകൂട്ടി ഏമ്പക്കവും വിട്ടു പോകാനുള്ളതല്ല നമ്മുടെ ഈ കൊച്ചു ജീവിതം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രൂരനെന്ന ഈ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായി രക്ഷപ്പെടുത്താൻ പോവുകയാണ്. എന്റെ വളരെ അടുത്ത സുഹൃത്ത് ഗഫൂർ കാ ദോസ്ത് ഗൾഫിലേക്ക് വിസ തരുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെ ഓരോ ദിവസവും ഞാൻ ഗൾഫിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ആദ്യഘട്ടമായി കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമാണ് കയറ്റിയിരിക്കുന്നത്. കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം. ഞമ്മളെ അറിയൂല, ഞമ്മളാണ് ഗഫൂർ കാ ദോസ്ത്. ഈ 6 വഴി നേരെ കടൽ, അവിടെ നിന്ന് നേരെ ഗൾഫ്. അയ്യേ, ഇതൊരു കൊതുമ്പ് വെള്ളമല്ലേ? ഇതിലാണോ കടലിൽ പോകുന്നത്? കടൽ വരെ എത്താനാണ് ഇത്. അവിടെ നിന്ന് വലിയ കപ്പൽ വരും, ആനയെ കയറ്റാൻ പറ്റുന്ന കപ്പൽ. ഓക്കെ. ആദ്യത്തെ യാത്രക്കാരൻ ഇവനാണ്. നിങ്ങളെ വിശ്വസിച്ച് കൂടെ വിടുകയാണ്. നന്നായി നോക്കണം. നിങ്ങൾ എന്താണ് പറയണത്? നമ്മളിത് എത്ര പേരെ കൊണ്ടുപോയേക്കുന്നു? ഇവനൊരു ചിക്കൻ ഫ്രൈക്കല്ലേ ഉള്ളൂ. അല്ല, സോറി, ഇവനൊരു പണക്കാരനായി തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. കുഞ്ഞിക്കോഴി, നിന്റെ സഹായം അത്യാവശ്യമായി വന്നിരിക്കുന്നു. ക്രൂരൻ അവൻ കോഴിക്കുഞ്ഞുങ്ങളെ ഗൾഫിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു സംശയം തോന്നി. ഞാൻ ആ പുഴക്കരയിൽ ഒളിച്ചു നിന്നു. അവൻ കോഴിക്കുഞ്ഞുങ്ങളെ അക്കരെ എത്തിച്ച് ഭക്ഷിക്കുകയാണ്. വേഗം വാടാ, കൊതിയായിട്ട് പാടില്ല, നാവിൽ വെള്ളമൂറുന്നു, വേഗം കൊണ്ടുവാ. നീ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഓഹോ, അങ്ങനെയോ? ഞാനൊരു ഉപായം കണ്ടിട്ടുണ്ട്. ആദ്യം നീ പോയി ക്രൂരൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോഴിക്കുഞ്ഞിന്റെ പാവ കൊണ്ടുവരണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പിറ്റേ ദിവസം ഒന്നും അറിയാത്തതുപോലെ ലുഡോക്ക് ഒരു കോഴിക്കുഞ്ഞിനെയും കൊണ്ടുപോയി. ഇവനെന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? ഓമയാണോ? അവനെ വലിയ നാണക്കാരനാ. വയറ്റിൽ ചെല്ലുമ്പോൾ പൊട്ടിത്തെറിച്ചോളും. സോറി, ഗൾഫിൽ ചെല്ലുമ്പോൾ മിടുക്കനായിക്കോളും. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കുഞ്ഞിക്കോഴിയും ലുഡോക്കുവും ഒരു കുറ്റിക്കാടിന് പിന്നിൽ മറഞ്ഞു നിന്നു. കുറച്ചു സമയത്തിന് ശേഷം ലുഡോക്ക് കൊടുത്ത കോഴിക്കുഞ്ഞ് കളിപ്പാട്ടം കുഞ്ഞിക്കോഴി പടക്കം നിറച്ചു വച്ചിരുന്നു. ക്രൂരൻ അതറിയാതെ ആർത്തിയോടെ എടുത്ത് കളിച്ചു. ഖമാർ പടാർ.